السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നാളിന്നുവരെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശം പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അല്ലാഹുവല്ലാത്ത ഒരാളോടും മനുഷ്യൻ തൻ്റെ സങ്കടങ്ങളും അവലാദികളുമെല്ലാം നിശ്ചയിച്ച നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ മനുഷ്യരോട് തന്നെ നടത്താൻ പാടില്ല എന്നും, വ്യവസ്ഥയ്ക്കപ്പുറത്തായാൽ അത് പൂർണ്ണമായും മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന മഹാപാതകമാണ് എന്നും വളരെ വ്യക്തമായി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച കടന്നു വരുന്നത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം സൃഷ്ടികളാണ്. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും മനുഷ്യന് പ്രാപിക്കാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള അറിവുകൾ പോലും നമുക്ക് പരിമിതമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരു വിവരവും അവരെക്കുറിച്ച് നമുക്കില്ല. എന്നാൽ പലപ്പോഴും പല കാലങ്ങളിലും അത്തരം വിവരങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് ധാരാളം ഊഹാപോഹങ്ങളുടെയും പലതരത്തിലുള്ള ചിന്തകളുടെയുമൊക്കെ അടിസ്ഥാനത്തിൽ പലരും പലതും പല സന്ദർഭങ്ങളിലും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അഥവാ അഹ്ലു സുന്ന കൃത്യമായി ഈ വിഷയത്തിൽ പറയുന്ന ആശയം, അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താണോ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്താണോ പറഞ്ഞത്, അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ പാടുള്ളതല്ല. അങ്ങനെ പോയാൽ അയാൾ അപകടത്തിലായിരിക്കും ചെന്ന് ചാടുക. അതുകൊണ്ട് തന്നെ ഈ വിഷയം സംസാരിക്കുമ്പോൾ സയ്യിദ് റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാറിൽ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് വരുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്: അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞതല്ലാത്ത ഒന്നിലേക്ക് നമ്മുടെ ചിന്തകളെയോ നമ്മുടെ ഊഹാപോഹങ്ങളെയോ കൊണ്ടെത്തിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാൽ അയാൾ മഹാ അപകടത്തിലാണ് പോയി ചാടുക എന്നാണ്. യഥാർത്ഥത്തിൽ ആ അപകടമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, തൻ്റെ പ്രയാസങ്ങളിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്നതല്ലാതെ
മനുഷ്യർക്ക് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോടോ മലക്കുകളോടോ ഒരു തരത്തിലുള്ള സഹായത്തേട്ടവും അനുവദനീയമല്ല. ഒരു സന്ദർഭത്തിലും അത്തരമൊരു തേട്ടം അനുവദനീയമായി വരുന്ന ഘട്ടവുമില്ല എന്ന് അതിശക്തമായി പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല, കാലങ്ങൾക്ക് മുമ്പേ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ തർക്കം വരുന്നത്, ആ തർക്കം നടക്കുന്നതും കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ പിളർപ്പിൽ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന ചർച്ചകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ പരാമർശിക്കപ്പെടുകയും അത്തരം സന്ദർഭങ്ങളിലെല്ലാം അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ട വാചകങ്ങൾ ഇന്നും നമ്മുടെ മുന്നിലുള്ളതാണ്. അവിടെ ഒരിടത്തു പോലും മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അവൻ അകപ്പെടുമ്പോൾ ചോദിക്കാനും സഹായം തേടാനും ജിന്നോ മലക്കോ ഉണ്ട് എന്ന വിശ്വാസം തന്നെ തെറ്റാണെന്നും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നും അങ്ങനെ ഒരാൾ ചെയ്താൽ അത് കടുത്ത ശിർക്കാണ് എന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുജാഹിദുകൾ മാത്രമല്ല, എല്ലാവരും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. ഞാൻ ചില വാചകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെ നമുക്ക് കാണാം, ഈ ജിന്നുകളോടുള്ള സഹായത്തേട്ടം അത് അനുവദനീയമാണോ അല്ലേ? എങ്ങനെയാണ് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. കൈഫ നറുദ്ദു അലല്ലദി യസ്ഉം അന്നഹു യസ്തതിഉ അൻ യതഹക്കമ ബിൽ ജിൻ വഅന്നഹും യൻഫുദൂന ലഹു മാ യശാ വയൻഖുലൂനഹു മിൻ ബലദിൻ ഇലാ ബലദ് വഹൽ യക്ഫുറു മൻ യഖൂൽ മിത്ല ഹദൽ കലാം. ചോദ്യമാണ്, ലജ്നത്തുദ്ദായിമയോടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ വാദിക്കുന്നുണ്ട്. എങ്ങനെ മറുപടി കൊടുക്കും അവർക്ക്? ജിന്നുകളോടിങ്ങനെ ഹുക്മ് തേടുക, അവർക്ക് മാത്രമല്ല അവരുദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുക, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവരെ കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെ സാധിക്കുമെന്നൊക്കെ ചില ആളുകൾ വാദിക്കുന്നു. അത്തരം അങ്ങനെ വാദിക്കുന്ന ആളുകളെ, ഇത്തരം വാക്കുകൾ പറയുന്ന ആളുകളെ അവരെ കാഫിറാകുമോ ഈ വാക്ക് പറഞ്ഞാൽ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയിൽ ലജ്നദായിമയുടെ ഒന്നാമത്തെ വർത്തമാനം, അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ശിർക്കുൻ അക്ബർ വമിൻ ഉമൂരിൽ ജാഹിലിയ. അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ശിർക്കുൻ അക്ബർ, ജിന്നിനോടുള്ള സഹായത്തേട്ടം അത് ഷിർക്കുൻ അക്ബറാണ്. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ യുഖ്രിജു മിനൽ മില്ല, മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് ഷിർക്ക് അക്ബർ എന്ന് പറഞ്ഞാൽ. വമിൻ ഉമൂരിൽ ജാഹിലിയ, അത് അജ്ഞാന കാലഘട്ടത്തിലുണ്ടായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ജാഹിലിയത്തിൻ്റെ സമ്പ്രദായമാണ് ജിന്നുകളോടുള്ള സഹായത്തേട്ടം. ഖാല തആല വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. സൂറത്തു ജിന്നിൽ ആയത്താണ്. ഈ ആയത്തിന് അർത്ഥം ഞാൻ പറയേണ്ടതില്ല, നമുക്ക് വളരെ സുപരിചിതമായ, പലപ്പോഴും കേട്ടും മനസ്സിലാക്കിയിട്ടുമുള്ള ആയത്താണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. ആ ആയത്ത് ശിർക്ക് അക്ബറിന് തെളിവുദ്ധരിച്ചതാണ്. ശിർക്ക് അക്ബറിന് തെളിവുദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിലുള്ള ആളുകൾ ചെയ്തൊരു പണിയാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നാലെ സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴത് വിശദീകരിക്കണില്ല. രണ്ടാമത്തെ ആയത്ത്, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബനാ ഇസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ വബലഗ്നാ അജലനാ അല്ലദീ അജ്ജൽത ലനാ ഖാല അന്നാറു മത്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ് ഇന്ന റബ്ബക ഹകീമുൻ അലീം. ഇത് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരായത്ത് കൂടിയാണ്. ഈ ആയത്തും നമുക്കിടയിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ആയത്താണ്. ആ ആയത്തിലും ഈ ആയത്തിൽ പറഞ്ഞതും ജിന്നുകളോടുള്ള ഇസ്തിആനത്ത് ശിർക്കാണ് എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് ലജ്ന ദായിമയുടെ ഫത്വ. അപ്പോൾ വളരെ വ്യക്തമായ കാര്യം,
ജിന്നുകളോട് ഒരാൾ സഹായം തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്നതിൽ തർക്കമില്ല. ഇനി മറ്റൊന്ന്, വഹൽ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ലിമാ ഫീഹി ഖൈറുൽ ബശർ. മനുഷ്യർക്ക് വല്ല നന്മയുമുള്ളൊരു കാര്യത്തിൽ, മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നൊരു കാര്യത്തിന് വേണ്ടി ജിന്നുകളോട് ഇസ്തിആനത്ത് നടത്തൽ അനുവദനീയമാണോ? മറുപടി ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. അതിനുള്ള മറുപടി, ലാ തജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി മുത്ലഖൻ. ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് എവിടെ നിന്നാണ് കിട്ടാൻ? ആരാത് പറഞ്ഞു? നിങ്ങൾ 4-5 ആളല്ലാതെ ആര് പറഞ്ഞു? കേനമുകാരല്ലാതെ ലോകത്താരാത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ വാചകം. ലാ തജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി മുത്ലഖൻ. നിരുപാധികം, ഒരു ഖൈദുമില്ല, നിരുപാധികം ജിന്നുകളോടുള്ള ഇസ്തിആനത്ത് അനുവദനീയമല്ല. കാരണം എന്താ? ലിഅന്നഹും ആലമുൻ ഗായിബുൻ അന്ന. കാരണം അവർ നമ്മിൽ നിന്ന് അദൃശ്യമായ ലോകത്തുള്ളവരാണ്. നമ്മിൽ നിന്നും ഒരിക്കലും ദൃശ്യമാകാത്ത വിഭാഗമാണ്, ഒരിക്കലും ദൃശ്യമാകാത്ത വിഭാഗമാണ്. ഞാൻ അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. ഒരിക്കലും ദൃശ്യമാവില്ല ജിന്ന്, ഒരിക്കലും ദൃശ്യമാവില്ലവർ. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അദൃശ്യവും അഭൗതികവുമാണ്. ഇനി അതിനുള്ള തെളിവെന്താണ്? വഖാല തആല വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. ആയത്താണ്. നേരത്തെ ഓതിയ അതേ ആയത്ത് തന്നെയാണ് ഇതിനും ലജ്ന ദായിമയുടെ ഫത്വ. വഹാദാ അലാ സബീലിൽ ഇൻകാരി ലിസ്തിആനത്തി ബിഉമൂമിൽ ജിൻ. ബിഉമൂമിൽ ജിൻ അടിവരയിടുന്ന വാക്കാണ്. ഉമൂമുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ ഹാളിറൻ ഔ ഗായിബൻ, അത് മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ ഈ അടുത്തുള്ളവരാകട്ടെ അകലെയുള്ള ഉമൂമാണ്. ബിഉമൂമിൽ ജിൻ, ജിന്നുകളെയെല്ലാം മൊത്തത്തിൽ ഇസ്തിആനത്ത് ഇൻകാർ ചെയ്യുന്ന രൂപമാണത് എന്നാണ്. വലി അജ്ലി സദ്ദി ദരിഅത്തി ശിർക്ക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്ക്, ആ ശിർക്കിൽ മനുഷ്യൻ എത്തിപ്പെടുന്നതാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിലേക്ക് കടന്നാൽ. എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്നാണ്. ശിർക്കല്ല എന്നല്ല, ശിർക്കാണ് എന്നാണ്. അപ്പോൾ ലജ്നയുടെ രണ്ടാമത്തെ ഫത്വയാണത്. എന്താണ് ഇസ്തിആനത്തും ബിൽ ജിൻ, ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൻ്റെ ഹുക്കം എന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതലോകം ഐക്യകണ്ഠേന പറയുന്നൊരു വർത്തമാനം, അത് ശിർക്കാണ്, അത് നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ളൊരു സംഗതിയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ജിന്ന്, ആ ജിന്നിനോട് മനുഷ്യൻ അള്ളാഹുവിനോട് എന്തെങ്കിലും നടത്തുന്നത് പോലത്തത് നടത്തിയാൽ ശിർക്ക്, അല്ലെങ്കിൽ ശിർക്കല്ല. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? അള്ളാഹുവിനോട് ചെയ്യേണ്ടതാണെങ്കിൽ ശിർക്ക്, അല്ലെങ്കിൽ ശിർക്കല്ല. എന്നാൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ വസീലത്തു ശിർക്കാണ്, അത് ശിർക്കാകൂല, വസീലയേ ആകുള്ളൂ എന്നാണ് പറയാം. അപ്പോൾ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സാധാരണഗതിയിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചാൽ ശിർക്ക്, അല്ലെങ്കിലോ വസീല ശിർക്ക് എന്ന് പറയുന്നത് പോലെ ഏകദേശം അടുത്തു നിൽക്കുന്ന വാക്ക്. എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ അഥവാ ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ, അദ്ദേഹത്തിൻ്റെ മജ്മൂഅ ഫത്താവയിൽ ചോദ്യവും ഉത്തരവും കാണാം. ആ ചോദ്യവും അതിൻ്റെ ഉത്തരം വളരെ വിശാലമാണ്. ചില പോയിന്റുകൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്ന ചോദ്യം ഇതാണ്: ഇസ്തഹറബ ഇൻദ ബഅദിൽ അവാം അൻ യഖൂൽ അഹദുഹും ഖബ്ല അൻ-നൗമി യാ മലായികത്തുൽ ഹിഫ്ള് ഐഖ്ലൂനി ഫി സഅതി കദാ ഔ ഇൻദ വഖ്തി കദാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പ്രസിദ്ധമായൊരു സംഗതിയുണ്ട്. ചില സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന പണിയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് അവരെ രാവിലെ എഴുന്നേൽപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി ഹഫലത്തിൻ്റെ മലക്കുകളോട് പറഞ്ഞേൽപ്പിക്കുക. മലക്കളെ
ഹഫളത്തിൻ്റെ മലക്കുകളെ കേട്ടോ. ഹഫളത്തിൻ്റെ മലക്ക് എന്ന് പറഞ്ഞാൽ ഹാലറായ മലക്കാണല്ലോ, ഗായിബായ മലക്കല്ലല്ലോ. അപ്പോൾ എന്തായാലും ഹഫളത്തിൻ്റെ മലക്കിനോട് ചോദിക്കാൻ പറയാണ്, ഇന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചേക്കണേ, എന്നെ ഒന്ന് ഉണർത്തിയേക്കണേ എന്ന് പറയുന്ന ചില വർത്തമാനങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോന്ന്? അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഹാദാ ലാ യജൂസ് ബൽ ഹുവ മിന ശിർക്കിൽ അക്ബർ. ഇത് അനുവദനീയമല്ല, ഇത് ശിർക്ക് അക്ബറാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ അന്നഹു ദുആഉൻ ലിഗൈരില്ലാഹി വത്വലബുൻ മിനൽ ഗായിബ് ഫഹുവ കത്വലബി മിനൽ ജിന്നി വൽ അസ്നാമി വൽ അംബാത് ലിഉമൂമി ഖൗലിഹി തആല വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ വഖൗലുഹു സുബ്ഹാന ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്കു വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ചോദ്യം എന്തായിരുന്നു? അള്ളാഹിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണോ ചോദിച്ചത്? ആണോ? നിങ്ങളെന്താ മുണ്ടാത്ത്? ആണോ? എന്നെ ഒന്ന് രാത്രി ഉണർത്തിയേക്ക് എന്ന് പറഞ്ഞ് പഠിച്ചോണ്ട് പറഞ്ഞതാ? അല്ല, സാധാരണ പെണ്ണുങ്ങളോട് പറയണ മാതിരിയാണ്. നമ്മൾ അലാറം വെച്ചിട്ട് കിടക്കുമ്പോൾ പെണ്ണുങ്ങളോട് പറയാൻ, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്നെ ഒന്ന് തട്ടിയാൾക്കണം കേട്ടോ ഒന്നും. അതുപോലെയാണ് മലക്കിനോടും പറഞ്ഞത്. മലക്കെ, അതുമാര് ഹഫളത്തിൻ്റെ മലക്കിനോട്, മലക്കെ എന്നെ ഒന്ന് ഉണർത്തിയേക്കണം കേട്ടോ, 4 മണിക്ക് എനിക്ക് പോകേണ്ടതാണ്, എന്നെ ഒന്ന് തട്ടിയേക്കണേ. ഈ പറഞ്ഞ വാചകത്തെക്കുറിച്ച് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ മറുപടി ശിർക്ക് അക്ബറാണ്, ശിർക്കുൻ അക്ബറാണ് എന്ന് മാത്രമല്ല, അത് മരിച്ചവരോടും ജിന്നുകളോടും വിഗ്രഹങ്ങളോടുമൊക്കെ തേടുന്നത് പോലെയാണ്, അവരോട് ദുആ ഇറക്കുന്നത് പോലെയാണ്. അതിനായത്തിൻ്റെ പിൻബലം വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്നിട്ട് പറയാം, ഫസമ്മ സുബ്ഹാനഹു ദുആ ഗൈരിഹി മിനൽ അംബാതി വൽ അസ്നാമി വൽ ജിന്നി വൽ മലായികത്ത് ശിർക്കൻ ബിഹി സുബ്ഹാനഹു. ഇത്തരം ആളുകളോട് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്തവരുടെ ദുആ, അവനല്ലാത്തവരെ വിളിക്കുക, അവരല്ലാത്തവരോട് സഹായം തേടുക, അത് മരിച്ചവരോ വിഗ്രഹങ്ങളോ ജിന്നോ മലക്കോ, അതൊക്കെ അള്ളാഹുവിനിൽ പങ്കുവെക്കലാണ്. എന്നിട്ട് അതിന് തെളിവ് അന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ. മറ്റൊരായത്ത് വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നഹു ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ഓതാൻ, ഇതൊക്കെ ശിർക്കാണെന്ന് തെളിയിക്കാനുള്ള ആയത്തുകളാണ്. ഇനി ഈ പറഞ്ഞതിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? അതും വേണമല്ലോ ആലോചിക്കാൻ. ആരോടാണ് അപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റുക? അതാരാണ്? വലാ യുസ്തസ്നാ മിൻ ദാലിക ഇല്ലൽ ഹയ്യുൽ ഹാദിറുൽ ഖാദിർ ലിഖൗലിഹി സുബ്ഹാന ഫീ ഖിസ്സത്തി മൂസ ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത് ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനെ അല്ല. ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനെയല്ല, ഹയ്യും ഹാദിറും ഖാദിറുമായ മനുഷ്യനെയാണ്. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? ഖുർആൻ ആയത്താണ്. ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തോട് സഹായം തേടി. ആ സംഭവങ്ങളൊക്കെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുള്ളതാണ്. അവിടെ ഒരു മനുഷ്യനോട് സഹായം തേടലാണ്. അതിൽ നിന്നൊഴിവാകൂ. ബാക്കി മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും മറ്റെന്താണെങ്കിലും മരിച്ചവരാണെങ്കിലും വിഗ്രഹാണെങ്കിലും ഒക്കെ സമമാണ്. ഒരാളോടും അത് പറയാൻ പറ്റില്ല. ഇനി അദ്ദേഹം തുടർന്ന് പറയുന്ന, ഇനി ഈ ചോദ്യവും ഉത്തരവൊക്കെ സാധാരണഗതിയിൽ കോട്ടിമാട്ടപ്പെടാറൊക്കെ ഉണ്ട്. അത് ആ കാലഘട്ടത്തിൽ അന്ന് നിലനിന്ന നാട്ടിൽ നിലനിൽക്കുന്ന
ഒരു ശിർക്കൻ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യവും അതിനുള്ള മറുപടികളുമൊക്കെയാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. അതിന് താഴേക്ക് വരാം നമുക്ക്. വമിൻഹാദ ഷിർക്ക്, ഈ ഷിർക്കിൽപ്പെട്ടതാണ് ഖൗലു ബഅ്ലിൻ നാസ്, ചില ആളുകളുടെ വാക്ക്, യാ ജിന്നു ഖുദൂഹ്, ജിന്നെ എന്നെ ഒന്ന് പിടിക്കും. ആ വാക്ക് കേൾക്കുമ്പോൾ ആരെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല. മനസ്സിലായോ? യാ ജിന്നു ഖുദൂഹ്, ജിന്നെ എന്നെ ഒന്ന് പിടിക്കീൻ എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ യാ ജിന്ന ലഹീറ ഖുദൂ, അല്ലെങ്കിൽ ഔ യാ ജിന്ന ശഅബിൽ ഫുലാനി ഔ യാ ജിന്ന ബലദ് ഫുലാൻ, ഇന്ന നാട്ടിലെ ജിന്നെ, ഇന്ന പ്രദേശത്തെ ജിന്നെ എന്നെ ഒന്ന് പിടിക്കീൻ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത് എന്നൊരാൾ പറഞ്ഞാൽ ഫഹാദ കുല്ലുഹു ശിർകുൻ അക്ബർ വദഅവതുൻ ലിഗൈരില്ലാഹി മിനൽ ഗായിബീൻ. ഇനി എങ്ങനെ പറഞ്ഞു തരേണ്ടത്? ഇനി ഇതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെ വാദഗതികളും എന്തൊക്കെ വ്യാഖ്യാന കസർത്തുകളും ഒക്കെയായി കടന്നാലും എങ്ങനെയാണ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഊരിപ്പോകാൻ പറ്റുക? ഒന്നും കൂടി, ഫൈദാ ഖാല യാ മലായികത്തല്ലാഹി ഐഖ്ലൂനി അവ ഇഹ്ഫളൂനി ഫഹാദാ ശിർകുൻ അക്ബർ, ഇഹ്ഫളൂനി ഔ ഐഖ്ലൂനി ഫഹാദാ ശിർകുൻ അക്ബർ നഊദു ബില്ലാഹി മിൻ ദാലിക്. നേരത്തെ നമ്മൾ പറഞ്ഞത് മലക്കിനെ കുറിച്ചല്ലേ? ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എന്നെ 4 മണിക്ക് വിളിക്കണം കേട്ടോ എന്ന്. എന്നിട്ട് ഞാൻ പറയാണ്, ഇവിടെ ഒരു ജിന്ന് ഉണ്ടാകാമല്ലോ. അങ്ങനെ ഒരു സപ്പോസിലാണല്ലോ ഈ സംഗതി പോണത് അല്ലേ? ഉണ്ടെങ്കിൽ, ആണെങ്കിൽ, തിന്നെങ്കിൽ, വന്നെങ്കിൽ, പോയെങ്കിൽ എന്നൊക്കെ ഒരു എങ്കിൽ ആണല്ലോ ഈ സംഗതി പോണത്. അങ്ങനെയെങ്കിൽ എൻ്റെ വീട്ടിലൊരു ജിന്ന് ഉണ്ടാവാമല്ലോ. അപ്പം ഞാൻ ആ ജിന്നിനോട് ഹാലിറായ, ഇവിടെ ഉള്ള ജിന്നപ്പം ഹയ്യായിരിക്കുമല്ലോ, ഹയ്യായ ഹാലിറായ ജിന്നിനോട് എന്താണ് ചോദിക്കുന്നത്? കഴിവിൽപ്പെട്ടതാണ്. എന്ത്? ഇന്നൊന്ന് തട്ടുക. എന്തായാലും അതിന് കഴിയാതിരിക്കൂലല്ലോ. കാരണം സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയി മുത്തും പഴവും എടുക്കാൻ ജിന്നിന് കഴിവുണ്ടല്ലോ. ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ജിന്നുകളുണ്ട്. ഖുർആൻ പറഞ്ഞ ആയത്തുകളാണല്ലോ അതൊക്കെ. അപ്പോൾ എന്തായാലും എന്നെ ഒന്ന് തട്ടാൻ ജിന്നിന് കഴിവുണ്ടാവില്ല. അപ്പോൾ കഴിയുന്ന കാര്യമായിരിക്കും ചോദിച്ചാണ്. അപ്പോൾ ഹയ്യായ ഹാലിറായ ഖാദിറായ ജിന്ന്, ആ ജിന്നിൻ്റെ വീട്ടിലുള്ളതാണ്. ആ ജിന്നിനോട് ഞാൻ പറയുകയാണെന്ത്? എന്നെ ഒന്ന് ഉണർത്തിയേക്കണേ, അല്ലെങ്കിൽ എനിക്ക് വല്ല അപകടം വന്നാലൊന്ന് പിടിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹുക്കം എന്താ? ഫഹാദാ ശിർകുൻ അക്ബറുൻ നഊദു ബില്ലാഹി മിൻ ദാലിക്. അത് ശിർക്ക് അക്ബറാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇബ്നു ബാസിൻ്റെ മറുപടിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൽ വാജിബു അലൽ മുസ്ലിം, മുസ്ലിമിന് നിർബന്ധമായ സംഗതി എന്താ അറിയോ? ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പേടിച്ചു പിന്മാറി നിൽക്കണം. മാത്രമല്ല വയസ്തഗീസ ബില്ലാഹി വഹ്ദ വയസ്അലഹു വഹ്ദ ഫഫീഹിൽ കിഫായത്തു സുബ്ഹാന. അവിടെ നിൽക്കട്ടെ. അള്ളാഹിനോട് മാത്രം തേട്, അള്ളാഹിനോട് മാത്രം സഹായം. ഏതു ഘട്ടത്തിലും ഏതു സന്ദർഭത്തിലും, ചെറുതാവട്ടെ വലുതാവട്ടെ എന്തുമാവട്ടെ, അള്ളാഹുവിനോട് മാത്രമാക്ക്. വഹുവൽ ഖാദിറു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ അവനാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഉദ്ഉനി അസ്തജിബ് ലക്കും വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഈ ആയത്തും മൂലം ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ച് അവസാനം നസ്അലുല്ലാഹ അൻ യുവഫിഖനാ വജമീഅൽ മുസ്ലിമീന ലിൽ ഫിഖ്ഹി ഫീ ദീനിഹി വസ്സലാമത്തി മിൻ അസ്ബാബി ഗളബിഹി ഇന്നഹു സമീഉൻ ഖരീബ്. വളരെ സുന്ദരമായ ഒരു ഫത്വ, വളരെ കൃത്യവും ഹൃദ്യവുമായ ഫത്വ, ഏതൊരാളുടെയും സംശയം നീങ്ങുന്ന തരത്തിലുള്ളൊരു ഫത്വ. ഇത്ര ഭംഗിയായി ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അനാവരണം ചെയ്യുന്ന രൂപത്തിലുള്ളൊരു ഫത്വ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മജ്മൂ ഫത്താവയിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ജിന്നിനോട് ഹുക്മ് തേടിയാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, എന്തുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ ഇത് പറയുന്നത് എന്നുമൊക്കെ ചിന്തിക്കുമ്പോഴാണ്
ഇതിൻ്റെ അപകടത്തിൻ്റെ ആഴമെത്ര വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു സാധാരണ അഭിപ്രായ വ്യത്യാസമല്ലേ, അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറയാം. പക്ഷേ ഇതിങ്ങനെ ഇത്രയും ഗൗരവതരമായി കടന്നു വരുന്നത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാം. ജിന്നുകളുമായുള്ള സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ജിന്നുകളോടുള്ള സഹായത്തേട്ടം നമ്മുടെ വിസ്ഡം സഹോദരന്മാർ, ഞാനവരെ സഹോദരന്മാർ, അവരുടെ നേതാക്കന്മാരെ കുറിച്ച് മാത്രം പറയാം, പണ്ഡിതന്മാരായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഷയം, അവർ പറയുന്നത് ജിന്നുകളോടുള്ള ഇസ്തിആനാത്ത്, ആ ഇസ്തിആനയിൽ ആ ജിന്ന് ഹാളിറാണെങ്കിൽ ശിർക്കാണോ അല്ലേ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഗായിബാണോ ആണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ഗായിബാണെങ്കിൽ, ഞാൻ വീണ്ടും പറയാം, ജിന്ന് ഗായിബാണെങ്കിൽ ശിർക്ക് തന്നെയാണ്. മനസ്സിലായോ? കൊഴിച്ചനയിൽ വെച്ച് വാദമെഴുതിയപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ ശിർക്കായതുണ്ട്, വസീലത്തു ശിർക്കായതും ഉണ്ട്. അതിനെല്ലാം നിഷിദ്ധമാണ്. ശിർക്കായതുമുണ്ട്, വസീലത്തു ശിർക്കായതുമുണ്ട്. ശിർക്കാണ് എന്നതിൽ അംഗീകരിക്കുന്ന വിഷയമാണ്. നമ്മളും അംഗീകരിക്കണു, ഓലും അംഗീകരിക്കണു. വസീല ശിർക്ക് എന്ന് പറഞ്ഞത് എന്തിനാണ്? പലപ്പോഴും അത് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചതും പിന്നീട് ഇപ്പോൾ വല്ലാതെ പ്രയാസത്തിലാകുന്നതും ഈ സംഗതി പിടുത്തം വിട്ടുപോകുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ ഫൈസൽ മുസ്ലിയാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതാ പറയുന്നുണ്ടൊരു ഭാഗം, ശ്രദ്ധിച്ചോളൂ. അപ്പുറമാണ്. അപ്പൊ ജിന്ന് ഹൈ ആവണം, മരിച്ച ജിന്നാണെങ്കിലോ എല്ലാം ശിർക്ക്. ജിന്ന് ഹാദിറാണ് വരുമ്പോഴേ പിന്നെ ചർച്ച ഉള്ളൂ. ഗായിബായി നിൽക്കുമ്പോഴോ എല്ലാം ശിർക്കാണ്. ജിന്ന് ഗായിബാണ്, അപ്പൊ ശിർക്കാണ്. ഹാദിറായാലോ അവിടെയാണ് പിന്നെ കുദരത്തിന്റെ പ്രശ്നം വരുന്നുള്ളൂ, അല്ലാതെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം മനസ്സിലായി. ജിന്ന് ഗായിബാണെങ്കിൽ എല്ലാം ശിർക്ക്. ജിന്ന് ഗായിബാണെങ്കിൽ എല്ലാം ശിർക്ക്. ആ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോളൂ. ജിന്ന് ഗായിബാണെങ്കിൽ എല്ലാം ശിർക്ക്. അല്ല, ജിന്നെപ്പോഴാ ഹാളിറാവല്? അതെന്നറിയണ്ടേ? ജിന്നെപ്പോഴാണ് ഈ ഹാളിറാവല്? ജിന്ന് ഹാളിറാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് അത് വരല്ലേ, അല്ലേ? അപ്പോഴല്ലേ ഹുളൂരിയത്ത് ഉണ്ടാകുക. ഒന്നെങ്കിൽ എനിക്ക് കാണാൻ കഴിയണം, അല്ലെങ്കിൽ ജിന്നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയണം. ജിന്നിൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വമുണ്ട്, നുബുവത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്. അത് വേറെ വിഷയമാണ്, അത് ഇങ്ങോട്ട് ചേർത്ത് വെക്കാൻ പാടില്ല. പിന്നെ ജിന്നിൻ്റെ സാന്നിധ്യം അറിയാൻ വല്ല മണമോ ഗുണമോ എന്താണെന്ന് നമുക്കറിയില്ല. മുമ്പൊക്കെ ഖുറാബത്തിലുള്ളപ്പോൾ നമ്മൾ പറയലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പ്രത്യേക സുഗന്ധം അടിച്ചാൽ പറയും, സുബ്ഹാനല്ലാഹ്, നല്ല മുഅ്മിനുകളായ ജിന്നുകളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ മണാണ് അടിക്കണമെന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു കാക്ക അതിൽ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ വിശ്വസിച്ചിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ധാരണകൾ ഇങ്ങനെ വെച്ച്, ഇതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ എന്തൊക്കെയോ ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിഷയങ്ങൾ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം, എപ്പോഴാണിത് ഹാളിറാകുന്നത് എങ്ങനെയാണ് നമുക്ക് ബോധ്യമാവുക? അപ്പോഴാണല്ലോ ഈ ഹുക്കുമുകളും വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വരിക. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, ഈ സാധനത്തിൽ ഗായിബല്ലാത്ത ഒന്നില്ല. ഫഹുക്കുമു ഹാളിരിഹിം കഗായിബിഹിം, അങ്ങനെ തന്നെ ഫത്വയിൽ പറഞ്ഞ് കാണാം. ഗായിബിൻ്റെ ഹുക്കും, ഹാളിറിൻ്റെ ഹുക്കുമോ ഗായിബിൻ്റെ ഹുക്കുമൊക്കെ ഒന്ന് തന്നെയാണ്. കാരണം ഒരിക്കലും ഇത് നമുക്ക് ഗോചരീഭവിക്കണില്ലല്ലോ. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയാത്തൊരു ടീമിനെ കുറിച്ച് ഗായിബ് എന്നല്ലാതെ പിന്നെന്താ പറയുക? അപ്പോൾ അവിടെ നിന്നാൽ മതിയായിരുന്നു, അല്ലേ? അവിടെ നിന്നാൽ മതിയായിരുന്നു, അപ്പുറത്തേക്ക് നീങ്ങാൻ പാടില്ലായിരുന്നു. ഈ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയും ഖത് 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 ഖത്,
അവിടെ നിർത്തും. കാരണം അടുത്ത പറയാൻ പോണത് അബദ്ധാണ്. അതെന്താ? ഇല്ലാ ശരീക്കൻ ഹുവലക് തംലിക് ഹുവ മാമലക്. അത് പറയരുത് എന്ന് റസൂല പറഞ്ഞത്. നിങ്ങൾ പൂർണ്ണമായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അത് പറയും. ഇല്ലാ ശരീക് അത് പറയണ്ട, അവിടെ നിർത്തി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഫൈസൽ മുസ്ലിയാരൊക്കെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ മരിച്ച ജിന്നിനോടുള്ള സഹായത്തൊക്കെ ശിർക്ക്, എല്ലാം ശിർക്ക്. ഗായിബ് ആണെങ്കിലും ശിർക്ക്, ഹാലറാണെങ്കിലുള്ള കഴിവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ നമുക്ക് പറയണത്. അപ്പോൾ ഉറപ്പായില്ലേ, ഗായിബാണെങ്കിൽ ശിർക്ക്. ഗായിബല്ലാത്ത ഒന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾക്കില്ല എന്നത് ബോധ്യപ്പെടുത്തുകയായിരുന്നു എനിക്ക് തോന്നുന്നു ആ സമ്മേളനത്തിൽ. ഒരു പക്ഷേ അതൊരു പിൻവലിയലിൻ്റെ ആദ്യഘട്ടമാവാം, പിന്നിലേക്കുള്ള യാത്രയുടെ തുടക്കം ബിദായത്തായിരിക്കും അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദിച്ചാലോ ഹയ്യും ഹാദറും ആയാലും ശിർക്കായി. മയ്യിത്താണോ എല്ലാം ശിർക്ക് അപ്പുറമാണ്. അപ്പൊ ജിന്ന് ഹയ്യാവണം, മരിച്ച ജിന്ന്. അപ്പോ പറഞ്ഞു വെച്ചത് ജിന്ന് ഹയ്യാണെങ്കിൽ അതിൻ്റെ കാര്യം ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറാണ്, ഇതാണ് പറഞ്ഞു വന്നത്. അതിൽ ഗായിബാണെങ്കിൽ ഉറപ്പ്, മരിച്ചാണെങ്കിലും ഉറപ്പ്. പിന്നെ ഹാദിറായി ഹയ്യായി ഇവിടെ ഉണ്ടാകി നമുക്ക് മനസ്സിലായാൽ മാത്രമേ പിന്നെ ചർച്ച വേറെ വരുന്നുള്ളൂ. അതില്ലാത്തത് കൊണ്ട് ആ ചർച്ച അങ്ങ് അവസാനിപ്പിച്ചാൽ പോരെ, ആ ചർച്ച അങ്ങ് അവസാനിപ്പിച്ചാൽ പോരെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് പറഞ്ഞു വെച്ചപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നത് ഒരു വിഷയം വിശദീകരിച്ച സന്ദർഭത്തിലാണ്. അവിടെയാണ് കോഴിച്ചനയിൽ ഈ വാദം എഴുതി അതിന് തെളിവുദ്ധരിച്ചുകൊണ്ട് സൂറത്ത് അൻആമിലെ 128 ആയത്ത് അദ്ദേഹം ഉദ്ധരിച്ചു. വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗ്നാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാല അന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ് ഇന്ന റബ്ബക ഹകീമുൻ അലീം. ഈ ആയത്ത് വളരെ ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചാൽ ഈ ആയത്ത് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതെല്ലാം ശിർക്കുമായി ബന്ധപ്പെടുന്നതിനാണ്. ഞാനിപ്പോൾ ഒന്നിലധികം ഫത്വകളോടെ വായിച്ചു, അതിലെല്ലാം ശിർക്കാണ് എന്നതിന് തെളിവുദ്ധരിച്ചത് ഈ ആയത്താണ്. അപ്പോൾ ഈ ആയത്തിൽ ശിർക്കാണ് എന്നതിൽ ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള വിസ്ഡം പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടാവില്ല, ശിർക്കാണെന്നുള്ളതിന് തർക്കം ഉണ്ടാവില്ല. എന്നാൽ വസീലത്തു ശിർക്കിനും ഇത് തെളിവാണ്, വസീലത്തു ശിർക്കിനും ഇത് തെളിവാണ്. എന്ത്? മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ വസീലത്തു ശിർക്കായതുണ്ട് എന്നതിന് ഈ ആയത്ത് തെളിവുണ്ട്, ഈ ആയത്തിൽ തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ വർത്തമാനം പറഞ്ഞത് മുതൽ അതിനുശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം വന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിലുടനീളം വളരെ ശക്തമായി പറഞ്ഞു ഈ വാദം ദുർവ്യാഖ്യാനമാണ്. കാരണം ആ ദുർവ്യാഖ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ അവിടെ ഇമാം ഖുർത്തുബിയുടെ തഫ്സീറുൽ ഖുർത്തുബി എടുത്തു വെച്ച് അവിടെ ഇമാം ഖുർത്തുബി വസീലത്തു ശിർക്കാണ് എന്നതിന് തെളിവായിട്ടല്ലേ ആയത്ത് ഓതുന്നത്? അല്ലേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. എന്തായിരുന്നു വാദം? മനുഷ്യനെ സംബന്ധിച്ച് അബൗദ്ധികവും അദൃശ്യവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന ശിർക്കാണ്. അവിടെ നിന്നോട്ടെ അത് അംഗീകരിക്കപ്പെട്ടാണ്. വസീലത്തു ശിർക്കായതുണ്ട്, അതിനുള്ള ആയത്താണെന്ത്? ഈ ആയത്ത്. അപ്പോൾ വസീലത്തു ശിർക്കാണ് അതിന് തെളിവായിട്ട് ഈ ആയത്ത് ഓതുമ്പോൾ സ്വാഭാവികമായും ആ വിഷയം പറയണമല്ലോ, അതതിനകത്ത് ഉണ്ടാവണമല്ലോ. അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞു അങ്ങനെയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ വസീലത്തു ശിർക്ക്
എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. വസീലത്തു ശിർക്ക് എന്ന് ആണ് എന്ന് ഖുർത്തുബി പറഞ്ഞതും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും വസീലത്തു ശിർക്ക് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ ആയത്ത് ഓതിയത്? അപ്പോൾ പിന്നെ എന്തിനാ ആയത്ത് ഓതിയത്? ഈ ആയത്ത് ഓതുമ്പോഴൊരു ലക്ഷ്യമുണ്ടല്ലോ. ബഹുമാന്യനായ നാസർ സുലമിയുടെ ചോദ്യം അതായിരുന്നു. നിങ്ങൾ പറയുന്ന വസീലത്തു ശിർക്കിന് ഇത് തെളിവാണെങ്കിൽ അത് വസീലത്തു ശിർക്കാണെന്ന് ആരാ പറഞ്ഞത്? ഏത് സഹാബി പറഞ്ഞു? ചോദ്യം എന്ത്? ഏത് സഹാബി പറഞ്ഞു എന്ന് എന്തായിരുന്നു ചോദ്യം? അത് വിട്ടുപോരുതട്ടാ. മനുഷ്യനെ സംബന്ധിച്ച് അതങ്ങനെ പറഞ്ഞു പഠിക്കുക. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്നതിന് തെളിവായിട്ടാണ് അൻആമിലായ തോന്നുന്നു. അപ്പോൾ വസീലത്തു ശിർക്ക് എന്ന ഹുക്കുമ് എന്ന വിഷയം സ്ഥാപിക്കാനാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ ആ വാദം അവിടെ ഉണ്ടാവണം. അവിടെ ഉണ്ടാവണം, ആയത്തിലുണ്ടാവണം. അല്ലെങ്കിൽ ആ ആയത്തിന് വിശദീകരണം പറഞ്ഞ തഫ്സീറുകളിൽ കാണണം. അതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങളത് ഓതിയത്? പിന്നെ എന്തിനാ ഓതിയത്? അതിൽ ഇസ്തിംതാ എന്ന് പറയുന്നതിൽ ഇപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ അതിങ്ങനെ സ്ക്രീനിലൊക്കെ കാണിച്ച് ഇല്ലാ മാഷാ അല്ലാ ഇസ്തിംതാ എന്നൊക്കെ എഴുതി റൗണ്ടൊക്കെ ഇട്ടിട്ട് കാണിച്ച് അനസ് മൗലവി അത് കൃത്യമായി പിടിച്ച് ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അത് ഞാൻ ഇങ്ങനെ പറയണമെന്നില്ലല്ലോ, നിങ്ങളെ വീഡിയോ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ തന്നെ അത് പൂർത്തിയായില്ലേന്ന് ഞാൻ പറയും ചെയ്തിരുന്നു. ശരിക്ക് വളരെ ഭംഗിയായി അത് വിശദീകരിച്ചു. ഇസ്തിംതാഇ എന്ന് പറഞ്ഞത് എന്താണ്? അതിൽ ധാരാളം പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ട് എന്ന്, ധാരാളം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതേ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇസ്തിംതാഇ? ഇസ്തിംതാഇ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു സുഖമെടുക്കുക എന്നൊക്കെ പറയും അതിന്. അപ്പോൾ പിശാചിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ പിഴച്ചു എന്ന് കാണുമ്പോഴുണ്ടാകുന്ന പിശാചിൻ്റെ തലദ്ദുദ്, ആനന്ദം, അതാണ് ഇസ്തിംതാ പിശാചിനുള്ളത്. എന്നാൽ മനുഷ്യന് കിട്ടുന്ന ഇസ്തിംതാ എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിഷിദ്ധമായ പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടുമ്പോൾ അവന് കിട്ടുന്നൊരാനന്ദം, അതാണ് ആ ഇസ്തിംതാ. ഇനി അതല്ലാത്തൊരു കാര്യം പറഞ്ഞത് കാണാം. അതെന്താ? ഇതൊക്കെ പണ്ഡിതന്മാർ പറയുമ്പോൾ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഈ സംഭവം പറയാനുള്ള കാരണം തന്നെ പറഞ്ഞു വിട്ടത്ത് കൂട്ടത്തിൽ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, ഇവരിങ്ങനെ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ആരുമില്ലാത്തൊരു പ്രദേശത്തെത്തുമ്പോൾ ഇവിടെ ജിന്നുകളുണ്ട് എന്ന് പേടിച്ചിട്ട് അവിടെ നിന്നിട്ട് പറയും അഊദു ബി സയ്യിദിൽ വാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ വാദിയുടെ നേതാവായ ജിന്നിനോട് ഞാൻ ശരണം തേടുന്നു, ഞാൻ കാവൽ തേടുന്നു, അല്ലെങ്കിൽ സഹായം തേടുന്നു, മറ്റ് ശൈത്താന്മാരൊന്നും എന്നെ ഉപദ്രവിക്കരുത്. ഈ പറയുന്നത് ഇവർക്ക് ഒരു സുഖമുണ്ട്, കാരണം പ്രയാസമില്ലാതെ ഇവർക്കൊരു മനസ്സമാധാനം കിട്ടും, അതൊരു ഇസ്തിംതാഅ്. ഇത് കേൾക്കുമ്പം മറ്റവർക്കുണ്ടാവും ഒരു പൊന്തൽ, ഞാനാ മുതലെന്ന്. കാരണം ഒരു കഴിവുമില്ലാത്ത ജിന്നിന് സ്വന്തമായിട്ട് തോന്നാണ്, കണ്ടോ ഞാനിപ്പോൾ മനുഷ്യന്മാരുടെയും നേതാവാണ് ജിന്നിൻ്റെയും നേതാവാണ്. അപ്പം കിട്ടുന്നൊരു പൊന്തലുണ്ടല്ലോ, അതാണ് അവനക്ക് കിട്ടിയ ഇസ്തിംതാഅ്. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലല്ലോ നമ്മൾ കോഴിച്ചനെ ചർച്ച ചെയ്തത്. കോഴിച്ചനെ ചർച്ച ചെയ്ത് ഓനിക്ക് ആനന്ദം ഉണ്ടായോ ഇവർക്ക് ആനന്ദം ഉണ്ടായോ എന്നല്ലല്ലോ, മറിച്ച് ജിന്നിനോട് ഇസ്തിആനത്ത് നടത്തുമ്പോൾ, ജിന്നിനോട് സഹായം തേടുമ്പോൾ ആ സഹായത്തേട്ടത്തിൽ വസീലയായതുണ്ട് എന്നതിന് തെളിവാണോ? അപ്പോഴാണ് പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മാ ബിമഅന മൻ. കാരണം ഈ ആയത്തിൽ എന്തുണ്ട്? ഈ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖാലൻ നാറു മസ്വാക്കും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ്. അല്ല പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമെടുത്തെന്ന് വന്ന് പറഞ്ഞപ്പോൾ അല്ല പറയാണ്, നിങ്ങൾക്കൊക്കെ നരകമാണ് നിങ്ങളുടെ സങ്കേതം, പൊയ്ക്കോ. ഇല്ലാ മാ ശാ അല്ലാഹ്,
അല്ല ഉദ്ദേശിച്ചതൊഴികെ. അപ്പം എന്താണ് അവിടെ പറഞ്ഞത്? അതിനെക്കുറിച്ച് തഫ്സീറുകളിൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഞാനൊരു കാര്യം ആദ്യം ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അതൊന്ന് ആദ്യം പറഞ്ഞിട്ട് വേറെ തഫ്സീറിലേക്ക് കിടക്കാം. ഇതിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്കടക്കം പരിചയമുള്ള ഒരു തഫ്സീറാണ് തഫ്സീറുൽ ഖാസിൻ. ആ തഫ്സീറുൽ ഖാസിൻ ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ച് വന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ്, വനഖല ജുംഹൂറുൽ മുഫസ്സിരീൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഇന്ന ഹാദൽ ഇസ്തിസ്നാ യർജിഉ ഇലാ ഖൗമിൻ സബഖ ഫീഹിം ഇൽമുല്ലാഹ് അന്നഹും യുസ്ലിമൂന വയുസദ്ദിഖൂന അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖ്റുജൂന മിനൻ നാർ. ഖാലൂ ഫഅല ഹാദ തഅ്വീൽ തകൂനു മാ ഫീ ഖൗലിഹി ഇല്ലാ മാ ശാ അല്ലാഹ് ബിമഅ്നാ മൻ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം, മുഴുവൻ തഫ്സീറുകളെയും ചേർത്ത് വെച്ചുകൊണ്ട്, മുഴുവൻ മുഫസ്സിറുകളുടെയും വർത്തമാനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഖാസിൽ തഫ്സീർ ഖാസിൽ രേഖപ്പെടുത്തുകയാണ്, ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ജിന്നുകളുമായി ഇസ്തിംതാഇ നടത്തിയ ആളുകൾ അവർ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ നരകം അവർക്ക് ഖുലൂദല്ല, ശാശ്വതമല്ല എന്നതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാചകം മൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്തിസ്നാഉ ലി അഹ്ലി തൗഹീദ്, അഹ്ലി തൗഹീദാണ് അല്ലെങ്കിൽ ഉസാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് തെറ്റും കുറ്റങ്ങളുമൊക്കെ ചെയ്തിട്ട് വന്ന ആളുകളാണ്, അവർക്കാണ് ഇതിൽ ശാശ്വതത്വമില്ല എന്ന് പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇനി ശ്രദ്ധിക്കണേ, ഞാനൊരു കാര്യം പറയാം. നരകത്തിലെ രണ്ട് രൂപങ്ങൾ, ഒന്ന് ശാശ്വതമായവർ, രണ്ട് ശാശ്വതമാകാത്തവർ. മനസ്സിലായോ? ഒന്ന് ശാശ്വതമായവർ, ശിർക്കും കുഫറുമൊക്കെ ചെയ്ത ആളുകൾ ശാശ്വതമായി നരകത്തിലാണ്. ഖുർആൻ നസ്സാൻ, ഒന്നല്ല നൂറുകണക്കിന് ആയത്തുകൾ നസ്സാൻ. എന്നാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആളുകൾ അവരാരാണ്? അവർ മുഅ്മിനുകളായിരിക്കും, മുവഹിദുകളായിരിക്കും. മനസ്സിലായോ? അവർ മുഅ്മിനുകളും മുവഹിദുകളുമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച, ആ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന ആശയത്തിൽ നിന്ന് മാറി അവർ മാനുഷികമായ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ആ ചെയ്ത തെറ്റിനനുസരിച്ച് അവർ നരകത്തിൽ കടക്കും. അത് കഴിഞ്ഞാൽ അവരെവിടെത്തും? സ്വർഗത്തിലേക്കെത്തുമെന്നാണ്. ഇതല്ലേ അഹ്ലുസുന്നയുടെ നിലപാട്, ഇതല്ലേ നസ്സായ പ്രയോഗം. പക്ഷെ അതിനിടയിലേക്കൊരു വസീല എങ്ങനെ തിരികെ അങ്ങോട്ട് കയറ്റിയിട്ട് ഓലക്കൂടി ഇങ്ങോട്ട് ഔട്ടാക്കുക. തിരിഞ്ഞാൻ പറഞ്ഞ് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയെങ്കിൽ ഈ ആയത്തു പ്രകാരം അഹ്ലു തൗഹീദാണ് നരകത്തിൽ നിന്ന് പോരുന്നതെങ്കിൽ ആ പോരുന്ന ആളുകളുടെ പ്രത്യേകം എന്താണ്? അവർ ജിന്നുകളോട് ഓല കഴിവിൽപ്പെട്ട സഹായം ചോദിച്ചവരായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞ വാദപ്രകാരം ഒന്നാമത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളാരായിരിക്കും? ഇവരൊക്കെ പറഞ്ഞ പ്രകാരം മഹാന്മാരായ ഇമാമീങ്ങൾ, പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ, അഹ്മദ് ബിൻ ഹംബൽ, ഇമാം നവവിയെ പോലുള്ള ആളുകളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇത് വിളിച്ചിട്ടുണ്ട്, അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വസീലത്ത് ശിർക്ക് ചെയ്തവരാണ്. അപ്പോൾ എന്തായാലും അവരെവിടെത്തും? എവിടെത്തണം? ഓല് നരകത്തിലെത്തും. എന്നിട്ട് ആ നരകത്തിൽ നിന്ന് പിന്നെ അള്ളാഹു എന്ത് ചെയ്യും? ഈ വസീലത്ത് ശിർക്ക് ചെയ്തത് നിങ്ങൾ കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്യും? ഓലെ സ്വർഗത്ത്. എന്തൊരബദ്ധമാണ് ഈ പറയണത്! എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച്? എന്തൊരബദ്ധമാണ് ഈ പറയുന്നത്! പക്ഷെ അവിടെ പറഞ്ഞെന്താ? ദമ്പുകൾ, പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, അത് ജിന്നുകളെ വിളിച്ച് സഹായം തേടുക എന്നതുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ ഒരു കൗലേ അവിടെ ഇല്ല.
അങ്ങനെ വർത്തമാനമില്ല. പിന്നെ രണ്ടാമത്തൊരു വാക്കെന്താ? പിന്നെ രണ്ടാമത്തത് അവിടെ മൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം പറയുന്നത് ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇന്ന ഹാദൽ ഇസ്തിസ്നാ യർജിഉ ഇലാ ഖൗമിൻ സബഖ ഫീഹിം ഇൽമുല്ലാഹ് അന്നഹും യുസ്ലിമൂന വയുസദ്ദിഖൂന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖ്റുജൂന മിനന്നാർ. ഇന്ന് അതാ ഈ ആയത്തിറങ്ങുന്ന സമയം, ആ സമയത്ത് കുഫറിലായിരുന്ന ആളുകൾ, അവർക്ക് കുഫറിലാണ് അവരെന്നത് കൊണ്ട് തന്നെ കാഫിറായി മരിച്ചാൽ അവർക്ക് നരകം ഖുലൂദാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇൽമിൽ ഇപ്പോൾ കാഫിറുകളായിട്ടുള്ള ആളുകൾ തന്നെ പിന്നീട് മുഅ്മിനുകളായി മാറാം, പ്രവാചകനെ അംഗീകരിച്ച് വിശ്വസിച്ച് മുഅ്മിനുകളാകും. അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ നിന്ന് ഒഴിവായി. അത്രയുള്ള അതിനകത്ത് മനസ്സിലായോ? ആ വാചകമാണ് വളരെ കൃത്യമായി പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത്, വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. ഇനി ഞാൻ ഒരെണ്ണം കൂടി വായിച്ചു തരാം. പിന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ വാചകം തഫ്സീർ ബഹറുൽ മുഹീത്ത്, അബൂ ഹയ്യാനുൻ നഹ്വി തഫ്സീർ ബഹറുൽ മുഹീത്തിൽ കാണാം. വഖാല ഇബ്നു അത്തിയ്യ വയത്തജിഹു ഇൻദി ഫി ഹാദൽ ഇസ്തിസ്നാ അൻ യകൂന മുഖാതബതൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഉമ്മത്തി വലൈസ മിമ്മ യുഖാലു യൗമൽ ഖിയാമ والمستثنى هو من كان من الكفرة يومئذ يؤمن في علم الله كأنه لما أخبرهم أنه يقال للكفار مثواكم استثنى لهم من يمكن أن يؤمن ممن يرونه يومئذ كافرا ويقع ما على صفة ما يعقل. ويؤيد هذا التأويل اتصال قوله إن ربك حكيم عليم أي من يمكن أن يؤمن منهم ഇൻദഹ വഹുവ തഅ്വീലുൻ ഹസൻ. വളരെ കൃത്യമായി പണ്ഡിതന്മാർ പറയാൻ, ഈ ആയത്തിറങ്ങുന്ന സമയത്ത് കാഫിറുകളായുള്ള ആളുകൾ, അവരുടെ മേൽ അവരാ രൂപത്തിൽ മരിച്ചാൽ നരകം ശാശ്വതമാണ്. എന്നാൽ ആ കാഫിറുകളായ ആളുകൾ പിന്നീട് മുസ്ലിമാകും എന്ന് അള്ളാഹുവിൻ്റെ ഇൽമിലുണ്ട്. വേറൊരു കാര്യം കൂടെ പറയട്ടെ, ചില മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചത് ഇബ്നു അബ്ബാസ് തന്നെ കൗല്, ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ കാഫിറായി നിൽക്കുന്ന ഒരാളെക്കുറിച്ച് അയാൾ നരകത്തിലാണ് സ്വർഗത്തിലാണെന്ന് പറയാൻ അവകാശം ആർക്കുമില്ല. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ അയാൾ എങ്ങനെയാകുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സന്ദീപ് വാര്യർ, വലിയ ഉദാഹരണമാണ്. ഇന്നലെ വരെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമല്ലാത്ത കേട്ടോ, അദ്ദേഹത്തെ വിമർശിച്ചവർ ചോദിച്ചു, നിങ്ങൾക്ക് ഉമറിൻ്റെ ചരിത്രം അറിയില്ലടോ എന്നാ ചോദിച്ചേ. ഓ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആരെക്കുറിച്ചും മുൻവിധി എഴുതരുത് എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം. അതാണ് ഈ മഅന മൻ എന്ന് പറഞ്ഞാൽ, അല്ലാതെ വസീല തിരികേറ്റാനല്ല. എന്താണ് ഈ മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കിയത്? നേരെ ഉൾട്ടടിക്കുക. ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കി കൃത്യമായി പറയണ്ടേ? ഇനി ഇബ്നു അബ്ബാസിൻ്റെ വാക്ക് മറ്റൊരു തഫ്സീറിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ഇമാം റാസിയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും കടക്കുന്നില്ല കേട്ടോ. ഖുർത്തുബിയിൽ നിന്ന് തന്നെ വായിക്കാം. അതാണ് നമ്മുടെ പ്രസിദ്ധമായ പിന്നീട് ഇവരുടെ വാക്കാൽ കുപ്രസിദ്ധിയിലേക്ക് എത്തേണ്ടി വന്ന തഫ്സീറുൽ ഖുർത്തുബി. ആ തഫ്സീറുൽ ഖുർത്തുബിയിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാണാം. വഖാല ഇബ്നു അബ്ബാസ് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ ഫമാ അലാ ഹാദാ ബിമഅന മൻ. ഇനി മാറി മന്നായാൽ വസീലത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, അത് കിട്ടൂല. എന്നത് മാറിയിട്ട് മന്നായാൽ അവിടെ എന്ത് കിട്ടും? ഇങ്ങനെ ഒരു വാദം കൂടി കിട്ടും എന്ന് മനസ്സിലാക്കുന്നവർ പഠിച്ചു വെക്കണം. ഇല്ല, പിന്നെന്താ അതിൽ നിന്ന് കിട്ടുന്ന വാചകം? അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ആദിഹിൽ ആയത്തു തൂജിബുൽ വഖഫ ഫീ ജമീഇൽ കുഫാർ വമഅനാ ദാലിക അന്നഹാ തൂജിബുൽ വഖഫ ഫീ മൻ ലം യമുത് ഇദ് ഖദ് യുസ്ലിമു. ഇതാണ് ഖുർത്തുബി പറഞ്ഞ വാക്ക്. ഇത് കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾക്ക് മുഴുവനും ബാധകമാണ്. അവരുടെ മേൽ ബാധകമാണിത്. അവരൊരിക്കലും സ്വർഗത്തിലേക്ക് എത്തില്ല, അവർ ശാശ്വതരാണ്. എന്നാൽ
ഇന്ന് മരിക്കാതെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് മുസ്ലിമാകും. അങ്ങനെ വരുമ്പോൾ ഇസ്തിസ്നാ ഒഴിവായി മാറും. കാരണം ഇസ്തിസ്നാ വന്നു, കാരണം ഇപ്പോൾ അവർക്ക് ഇസ്തിസ്നാ ഇല്ല, എന്നാൽ പിന്നീട് അവർ ഇസ്തിസ്നായിലേക്ക് വരും. ഇതാണ് വിഷയം. എന്നാൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്ക് എന്താ അറിയോ? അവസാനിപ്പിക്കുമ്പോൾ പറയാൻ വർത്താനം, അള്ളാഹിൻ്റെ ഖുർആനിൽ നസ്സായ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞ് അത് വിശദീകരിച്ച് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് കടന്നു വേറെ വാക്കുകളും വർത്തമാനങ്ങളിലേക്കൊന്നും പോകണ്ട. അല്ല പറഞ്ഞു, ഖാലന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹാ ഇല്ലാ മാ ശാ അല്ലാഹ് എന്ന് അല്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മശീഅത്ത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക, ചർച്ച ചെയ്യേണ്ട. ആ മശീഅത്ത് എന്താണെന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ, അവന് വിട്ടുകൊടുത്തേക്ക്. അവിടെ മശീഅത്തിൽ ആ മായ മന്നാണ്, മന്നാകുമ്പോൾ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടിക്കരണം മറിഞ്ഞിങ്ങനൊക്കെ വാദിച്ച് ജയിച്ചുണ്ടാക്കേണ്ട എന്തിനാണ് സഹോദരങ്ങളെ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകൂലേ? അള്ളാഹുവിൻ്റെ ആയത്തിൽ എൻ്റെ വക എന്തെങ്കിലും ഒരു ദുർന്യായം, ഒരു അഭിപ്രായം വന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ എന്നല്ലേ ഖുർആൻ ഒരായത്തിൽ, ഒരു കഷ്ണത്തിൽ എവിടെങ്കിലും ഒന്ന് എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ കുത്തിക്കയറ്റിയാൽ, എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഖുർആൻ ഞാൻ വ്യാഖ്യാനിച്ചാൽ നാളെ റബ്ബിൻ്റെ അടുത്ത് എനിക്ക് നരകമല്ലേ? എന്തിനാണ് സഹോദരങ്ങളെ? ഇത് വളരെ ഗൗരവതരമുള്ള വിഷയമല്ലേ? അപ്പോൾ ഒന്ന് ഇരുന്ന്, ഇപ്പോൾ ഇവിടം വരെ എത്തിയില്ലേ? ഗായിബാണെങ്കിലും മയ്യത്താണെങ്കിലും മൊത്തം ശിർക്ക്. ഓക്കെ, എന്നാൽ ബാക്കിയും കൂടെ ഇങ്ങോട്ട് വന്ന് അതൊന്ന് പൂർത്തിയാക്കൽ കഴിഞ്ഞില്ലേ? എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നം? എത്ര ഭംഗിയാണ് പണ്ഡിതന്മാരൊന്ന് കൂടിയിരുന്ന് ഒന്നുകൂടി ചർച്ച ചെയ്യാൻ. മന്ത്രിമാരൊക്കെ കൂടിയിരുന്നിട്ടൊരു സൗഹൃദ ചർച്ച നടത്തട്ടെ. സ്ഥിരമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ, അങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ, ഇങ്ങനെ പരിശോധിച്ചാൽ കിതാബുകളുടെ വാചകങ്ങൾ പരസ്പരം വായിച്ചും മനസ്സിലാക്കിയും അതെന്താണ് പറഞ്ഞത്, അതങ്ങനെയല്ല ഇങ്ങനെയാണ്, എനിക്കൊരബദ്ധം പറ്റി അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നതിൽ ആർക്കും ഖേദപ്രകടനത്തിന് ആവശ്യമില്ലല്ലോ. തെറ്റുപറ്റിയതാണ്, ആ തെറ്റുപറ്റിയതെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയുക, അത്രേ ഉള്ളൂ. നമ്മളെക്കാൾ എത്രയോ വലിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ അവർക്ക് പറ്റിയ തെറ്റ് അവർ തെറ്റാണെന്ന് അവർ സമ്മതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതിരുന്ന് ചർച്ച ചെയ്ത് വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ സംഗതി കഴിഞ്ഞു. പക്ഷേ ഇവിടെ നടക്കാത്തതും എന്താണെന്നറിയുന്നില്ല. ഈ വിഷയത്തെ ഇത്രയും ഗൗരവതരമായൊരു വിഷയമുണ്ടായിട്ട് പോലും അതിനെ ആ ഗൗരവത്തിൽ കാണാൻ ആളുകൾ സന്നദ്ധരാകുന്നില്ല എന്നത് വല്ലാത്ത അപകടകരമായൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയം, അതിനെ സംബന്ധിച്ച് ജംഇയ്യത്തുൽ ഉലമ എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്കൊരു വാചകം പറയാനുള്ള പ്രാമാണികമായ അടിത്തറ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ വിഭാഗത്തിലെ ഒരു പണ്ഡിതനും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം ആ പണ്ഡിതന്മാർ കൂടി തീരുമാനിച്ചതാണ് ഇവിടെ വാദമായി അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിഷയമായി കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാം, ജിന്നിനോടുള്ള ഏത് തരത്തിലുള്ള ഇസ്തിആനത്താണെങ്കിലും അത് ശിർക്കാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അഭൗതികമാണ്, ഭൗതികം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ബഹുമാനപ്പെട്ട നമ്മളെ ഖാദർ കരുവമ്പയിലിനെ കുറിച്ചൊക്കെ വർത്തമാനങ്ങൾ പറയലുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. കരുവമ്പയിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഇരിക്കാം, ചർച്ച ചെയ്യാം. മാത്രമല്ല അതിനു മുമ്പ് തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു. അതേ സന്ദർഭത്തിൽ തന്നെ ആ ഇസ്ലാം ഇങ്ങോട്ട് വന്നാണ് വളരെ വ്യക്തമായി അദ്ദേഹം എഴുതി വെച്ചത്. അദ്ദേഹം ഇത് അദ്ദേഹം എഴുതിയ ഇസ്ലാഹ് ജൂലൈ 2012. 2007 ഈ വിഷയം ഉണ്ടാവുന്നതിന്
അതിന് തൊട്ട് മുമ്പത്തെ അൽ ഇസ്ലാഹ്, അതും കൂടെ അത് വെക്കാലോ. അതിന് തൊട്ട് മുമ്പത്തെ അൽ ഇസ്ലാഹ്. ഇപ്പോൾ കരുവമ്പയിൽ ഏതായാലും പിന്നെ ജിന്നുവാദം പറഞ്ഞെന്നാണ് പറയാം. അതിന് തൊട്ട് മുമ്പത്തെ ഇസ്ലാഹ് കേട്ടത് 2007 മാർച്ചിലെ ഇസ്ലാഹ്. അതിൽ കരുവമ്പയിൽ എഴുതുന്ന വാചകം കണ്ടോ, മരണപ്പെട്ടവർക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെ. കാരണം അത് സൃഷ്ടികളുടെ കണ്ണുകൾക്കും കഴിയുമെന്ന വിശ്വാസവും മലക്കുകളെയും ജിന്നുകളെയും വിളിച്ച് തേടാമെന്നോ അങ്ങനെ തേടിയാൽ അവർ സഹായിക്കുമെന്നോ സലഫികൾ ആരും ഇവിടെ പ്രചരിപ്പിക്കുന്നില്ല. മനുഷ്യർ വിളിച്ചു തേടുമ്പോഴെല്ലാം അവരെ സഹായിക്കുക എന്നത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തി. ഇത് വിളിച്ചു തേടാന്നാ എനിക്ക് കാണാം. ഇതുപോലെ തന്നെ ഇവിടെ മുമ്പ് നമ്മളുടെ ഈ വിഷയത്തിൽ ചർച്ച വന്ന സമയത്ത് അദ്ദേഹം എഴുതിയൊരു വിഷയം, തൻ്റെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുന്ന നിലയിൽ ജിന്നുകളോടും മലക്കുകളോടും വിളിച്ച് സഹായം തേടുക, ഈ നിലയിലുള്ള സഹായവും ഉത്തരവും ഏത് സന്ദർഭത്തിലായാലും അവരുടെ കഴിവിൽപ്പെട്ട കാര്യമല്ലല്ലോ. നഊദു ബില്ലാ, ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടുന്ന ശിർക്കല്ല എന്ന ഏറ്റവും അപകടം പിടിച്ച വാദത്തിലേക്കാണ് മുജാഹിദ് ആദർശത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അതേ മറുപടി അന്ന് എഴുതി വെച്ച വാചകട്ടത്, അന്ന് എഴുതി വെച്ച വാചകമാണിത്. അതായത് അന്നുണ്ടായിരുന്ന പിളർപ്പിന് ശേഷം നടന്ന ചർച്ചയിൽ അദ്ദേഹം എഴുതി വെച്ച വാചകങ്ങളാണിത്. മാത്രമല്ല 2007 ഏപ്രിൽ മാസത്തിലെഴുതിയ പരാമർശങ്ങൾ അബദ്ധമാണെന്നും KNM ഔദ്യോഗിക മുഖപത്രത്തിൽ ഈ സുല്ലമിക്കുള്ള മറുപടിയിൽ ഈ ഉള്ളവൻ എഴുതിയിട്ടുണ്ട്. അന്നത്തെ ചർച്ചയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് തന്നെ വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തി വ്യക്തമായി രേഖാമൂലം എഴുതി വെച്ചതുപോലും കോഴിക്കോട് സമ്മേളനത്തിൽ വരെ പിന്നെ വിചിന്തനത്തിൻ്റെ പേജ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കരുവമ്പയിൽ അത് വീണ്ടും പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വെല്ലുവിളിയൊക്കെ ഉണ്ട്. എന്തിനാണതൊക്കെ? ഇതിത്രയും മഹാ അപകടത്തിലാണ് തങ്ങൾ ഉള്ളത് എന്ന കാര്യം മറന്നു പോകണ്ട. ചിന്തിക്കുക, മനസ്സിലാക്കുക. വളരെ വ്യക്തമായി പ്രമാണബദ്ധമായി വിഷയങ്ങളെ മനസ്സിലാക്കിയെടുക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കടിച്ചു തൂങ്ങി അതാണ് ശരി, ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് പറ്റൂല എന്നൊക്കെയുള്ള വാദങ്ങളിൽ നിന്ന് മാറി ഏറ്റവും ഭംഗിയായി വിഷയത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും വേണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.